ആദ്യം തന്നെ ഡിസ്ക്ലെയിമറായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഒക്കെ വന്ന് തുടങ്ങിയ ടൈമിലാണെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ വീഡിയോക്കകത്ത് പറയുന്ന പല വാക്കുകളും ഫിൽറ്റർ ചെയ്ത് തുടങ്ങി. കാര്യം മറ്റൊന്നുമല്ല, എൻ്റെ വീഡിയോസ് എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിൽ കാണാൻ പറ്റണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. ആൻഡ് അത് ഞാൻ നിങ്ങളുടെ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്, ആ ഒരു റെസ്പെക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ അതൊന്ന് ബ്രേക്ക് ചെയ്യണം. അത് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു മെയിൻ കണ്ടന്റിലോട്ട് വരുന്നതിന് മുന്നേ പാണ്ടിയുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇവൻ്റെ പേര് ഇവിടെ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിച്ചിട്ടോ കാര്യങ്ങളൊന്നുമല്ല. നിയമപരമായിട്ടുള്ള സാധനം വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഇങ്ങനെ ഓടി കുറച്ച് ആലയാണ് ഇവിടെ. വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും കുറച്ച് ആലയാണ്. എനിക്കതിന് വയ്യ. ഈ പാണ്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ബസ് ഊരി കലാനെ കൊണ്ട് എനിക്ക് സൗകര്യമില്ല. അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, പാണ്ടി അറിയാനെ കൊണ്ടൊരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ആണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരാളെയും കൂട്ടുപിടിച്ചിട്ടല്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അന്നും ഇന്നും ഒക്കെ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ടൊക്കെ ഈ ഒരു വീഡിയോസ് ചെയ്ത് തുടങ്ങുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു വ്യക്തി ഇട്ടേക്കുന്ന ഒരു കമൻറ്റ് ഉണ്ട്. ഞാൻ ഇട്ട ഒരു വ്ളോഗിലിട്ടൊരു കമൻറ്റ്, ഒരു നെഗറ്റീവ് കമൻറ്റാണ്. ആ കമൻറ്റ് ഇന്നും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. ആ ഒരു ഒറ്റ കമൻറ്റിനോട് എനിക്ക് തോന്നിയ വാശിയാണ് ഇന്ന് ഒന്നുമില്ലാത്ത ഒരു 2000-3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സാത്താൻ 321 എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ഇന്ന് 70,000+ സബ്സ്ക്രൈബേഴ്സിലോട്ട് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അന്ന് ആ ഒരു ഒറ്റ കമൻറ്റിൻ്റെ തോന്നിയ എൻ്റെ വാശിയാണ്. ഓക്കെ, ഒരു ദിവസം യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കൊണ്ട് തന്നെ വീട്ടിൽ കഞ്ഞി വേവിക്കണം, അരി വേവിക്കണം എന്നുള്ള ഒരൊറ്റ വാശിയാണ് ഇന്ന് ഇവിടെ വരെ എത്തിച്ചേക്കുന്നത് തന്നെ. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടോ കാര്യങ്ങളോ അങ്ങനെ വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓട്ട മത്സരമാണെന്നുണ്ടെങ്കിൽ ഈ ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തുന്നിടം വരെയാണെങ്കിൽ ഗ്യാലറിയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അഥവാ ഉള്ള ആളുകൾ തന്നെ നമ്മളെ കല്ലെറിഞ്ഞ് നമ്മളെ പല രീതിയിൽ വീഴ്ത്താൻ ശ്രമിച്ചു. അങ്ങനെ ആരും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫിനിഷിംഗ് പോയിന്റിലോട്ട് ഞാൻ എത്താൻ പോകുന്നു, എനിക്കൊരു സക്സസ്, ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടാവാൻ പോകുന്നതൊക്കെ കണ്ട ടൈമിൽ ഗ്യാലറിയിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആളുകൾ കൂടുകയും എനിക്ക് വേണ്ടിയിട്ട് കൈയടിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഞാൻ എങ്ങനെയാണോ വന്നത് അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഇനി ഒരു സപ്പോർട്ട് വരുമ്പോഴും അതിൽ നിന്ന് അമിതമായിട്ട് സന്തോഷിക്കുക, ആഹ്ലാദിക്കുക ഒന്നും ചെയ്യാതെ നമുക്കറിയാം ഇതിനൊരു മറ്റൊരു ഫേസ് കൂടി ഉണ്ടാകും, ഒരു ഡൗൺഫാൾ കൂടി ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ചാനലിന് സംഭവിച്ചിരിക്കുന്ന കാര്യമായിട്ടൊക്കെ ഞാൻ കുറച്ചുകൂടെ യൂസ്ഡ് ആയി തുടങ്ങി. ഓക്കെ, കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ അണ്ണൻ അന്ന് വീഡിയോ ഇട്ട് ടൈമിലാണെങ്കിൽ ഈ അണ്ണൻ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു, മൂപ്പം പറയുന്ന പോലെയും ലൈഫ് ഓഫ് എന്ന് പറയുന്ന പോലെയും വി പറയുന്ന പോലെയും സാത്താൻ പറയുന്ന പോലെയും. അതെ, സാത്താൻ പറയുന്ന പോലെയും. ഇത്രയും ആളുകൾ ഇത്തരം വീഡിയോസൊക്കെ ചെയ്തപ്പോഴും നിനക്ക് വേറെ ആരുടെ അല്ലേ എൻ്റേത് മാത്രമാണ് നിനക്ക് സ്ട്രൈക്ക് അടിക്കാൻ തോന്നുന്നത്. അതെന്താണ് എൻ്റെ വീഡിയോക്ക് ഇത്ര പ്രത്യേകത എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഞാനൊക്കെ അത്യാവശ്യം നല്ല പച്ചയ്ക്ക് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ഒരുത്തനാണ്. പക്ഷേ നിൻ്റെ വീഡിയോക്കകത്ത് അത്രയും ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ പോലും ഞാനൊന്നും അങ്ങനെ സംസാരിച്ചില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, പറയുകയാണെങ്കിൽ പച്ചവരാതെ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. എന്നിട്ടും ഞാൻ എവിടേക്കോ കുറേ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ വാക്കുകൾ എങ്ങനെയാണ് നിനക്ക് ഇത്രത്തോളം പൊളിഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നീ കാണിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഈ ഉപദേശവും ഊഞ്ഞാലാട്ടലും കൂടെ ഒരുപോലെയാണ്. ഓക്കെ, കാര്യം ഞാൻ ഈ ആദ്യത്തെ ഒരു സ്റ്റോറി പറഞ്ഞു തന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാണ്ടി നീ മനസ്സിലാക്കേണ്ടത്, നീ കൊടുത്ത ആ ഒരു സ്ട്രൈക്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ചാനൽ ടെർമിനേറ്റ് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളത് അറിയാമല്ലോ, നിനക്ക് തിരിച്ച് ആ ഒരു മെയിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇപ്പോൾ മറക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് ഒരു 2 ദിവസത്തെ ഒരു 4-5 വീഡിയോസ് കണ്ടിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. ഈ യൂട്യൂബിൻ്റെ മറ്റൊരു പ്രതിഭാസമാണ് വ്യൂ ഡ്രോപ്പ് എന്ന് പറയുന്നൊരു കാര്യം. കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡൗൺ ആവുക. 40,000 വ്യൂസ് കിട്ടേണ്ടത് 4,000 ആയിട്ട് ചുരുങ്ങുകയും 50,000 കിട്ടേണ്ടത് 5,000 ആയി ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു അത്യപൂർവ്വ പ്രതിഭാസം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ നേരെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അതായത് ഇവൻ നമ്മുടെ വാ അടച്ചു പൂട്ടിക്കാനെ കൊണ്ട് എന്ത് ചെയ്തു, അത് വർക്കായി എന്നുള്ളതാണ് അവൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാതിരിക്കുക സംസാരിക്കാണ്ടിരിക്കുമ്പോഴല്ലേ അവൻ വിജയിക്കുന്നത്. അങ്ങനെ നീ ഇപ്പോൾ വിജയിക്കേണ്ട പുന്നാരമോനെ. ഓക്കെ, ആൻഡ് ഇപ്പോൾ എന്തായാലും നീ തന്നേക്കുന്ന എനിക്കൊരു വാശിയുണ്ട്. ഇപ്പം നീ തന്നേക്കുന്ന ഒരു സ്ട്രൈക്ക് നമ്മളെ അടച്ചുവിട്ടി, നമ്മൾ എവിടേക്കോ ഒന്ന് ഗ്രോത്ത് ആയിട്ട് പച്ച പിടിച്ച് പെയ്യ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വേറെ ആരുടെയും വാക്കുകൾക്ക് പ്രശ്നമില്ലാതെ എൻ്റെ അടുത്ത് തന്നെ നിനക്ക് ഇത്രയും തോന്നി. എന്തേ സാത്താൻ 321 പറഞ്ഞ പോലെയും സാത്താൻ പറഞ്ഞ പോലെയും എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ളവർ പറയാത്ത എൻ്റെ വാക്കുകൾ മാത്രം നിനക്ക് ഇത്രയും കൊണ്ടു. ഞാനിപ്പോൾ ആ ഒരു തുടക്കത്തിൽ ആ ഒരു യൂട്യൂബിൽ ആ ഒരു ജൈനയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലായ്മ എന്ന ഒരൊറ്റ വാശി കാരണമാണ് ഞാൻ ഇവിടെ എത്തിയേക്കുന്നത്. ഇന്നിപ്പോൾ നീ എനിക്ക് തന്നേക്കുന്ന ഒരു വാശിയുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല വാശിയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു തന്നെയാണ് ഞാനപ്പം. ഇപ്പം നീ തന്നേക്കുന്ന ഒരു വാശിയുണ്ട്. അതുകൊണ്ട് നീ മനസ്സിലാക്കി. ഞാൻ മുമ്പൊരിക്കലും ഒരു 1.5 വർഷം മുന്നിട്ട് ഒരു Q&Aയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം തന്നെ ഇവിടെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും. നാളെ നിനക്ക് എൻ്റെ 7,000 എത്താൻ പോലും പറ്റാത്ത രീതിയിൽ ഞാൻ വളരും. ഓക്കെ, ഞാൻ പൊളിക്കും മോനെ, ഉറപ്പായിട്ട് ഞാൻ പൊളിക്കും. ഓക്കെ, ഇത്രയൊക്കെ നിൻ്റെ അടുത്ത് പറയണം തോന്നി. പിന്നെ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ ഉള്ള ഒരു അത്യപൂർവ്വ അസുഖം നിനക്കുള്ളതുണ്ട്. ബയോളജിക്കലി പോസിബിൾ അല്ലെങ്കിൽ പോലും നിനക്ക് അങ്ങനെ ഒരു അസുഖം ഉള്ളതുകൊണ്ട് തന്നെ പാണ്ടി ഇവിടെ ഞാൻ ശരിക്കും പറയടാ പാണ്ടി, നിനക്ക് എന്തെങ്കിലും തൊലിക്കാനുണ്ടോ നീ അങ്ങ് തൊലിക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ക്രിട്ടിക് എന്ന് പറഞ്ഞ ചാനലിലൂടെ കഴിഞ്ഞ ദിവസം ഒരു ലിജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, നമ്മുടെ സഹോദരിമാർക്ക് നീതി വേണം എന്നൊരു ഇതോടുകൂടിയാണ് ഞാൻ ഇതിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ചാനലുകൾക്ക് ഇയാൾ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് കാലത്ത് ഞാൻ ക്രിട്ടിക് ലിജേഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ വേറൊരു ചാനൽ വന്നു. അപ്പോൾ 11 സബ്സ്ക്രൈബറോ ആകെ. അപ്പോൾ തന്നെ ഞാൻ ഡൗട്ട് അടിയാൻ പോയി നോക്കിയപ്പോൾ അപ്പോഴേക്ക് ക്ലിയർ ആയി ഈ സംഭവം. ഞാനിപ്പോൾ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ റൂറലിൽ ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇയാൾ ഏതെങ്കിലും തരത്തിൽ ട്രാപ്പ് ചെയ്യാൻ നോക്കും. എൻ്റെ പൊന്ന്
തമിഴ്നാട്ടിലെ മുടി അണ്ണ. നിങ്ങൾ ഓൾറെഡി ഇവിടെ 2 ലിങ്ക് വെച്ചിട്ടാണ് പോയത്. 3ാമത്തെ ലിങ്ക് കൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളെ ട്രാക്ക് ചെയ്യാനും അതിനും ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാടോ താ ലിങ്ക് അയക്കണേ? എനിക്കൊരു ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ മുകേഷ് ഏട്ടൻ പറയണ പോലെ അന്തസ്സുണ്ടോടാ നിനക്ക്? ഇതേ ചോദിക്കാനുള്ളൂ. എടോ, നിങ്ങളൊരു ആണാണെങ്കിൽ കട്ടപ്പേര പോലെ ബാക്കിൽ നിന്ന് കുത്താതെ ഫേസ് ടു ഫേസ് വാ. അതന്നെടാ പാണ്ടി എനിക്കും പറയാനുള്ളത്. നീ ബാക്കിൽ നിന്നുള്ള കുത്തലും കാര്യങ്ങളൊന്നുമല്ല. നീ എന്തിനു തൊലിച്ചത്? എടാ ഇത് ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല. എടാ റേപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തോ തൊലിക്കാനാടാ പിന്നെ ബാക്കിയുള്ളവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത്? അത് ബാക്കിയുള്ളവർ അറിയാലോ, എൻ്റെ മാത്രം. എന്താടാ നിനക്ക്? നീ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് നീ ഡിഫമേഷൻ കേസ് കൊടുക്കുക. ഇല്ലാത്ത കാര്യമാണെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ലല്ലോ. എടാ സ്ട്രൈക്ക് കൊടുത്തത് നിന്റെ അവകാശമാണ്. നിന്റെ അവകാശമാണ് സ്ട്രൈക്ക് കൊടുക്കുക എന്നുള്ളത്. അത് നല്ല കാര്യം തന്നെ. എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ചെയ്യണം. പക്ഷേ നീ അങ്ങനല്ലല്ലോ നീ ഉപദേശം തൊലിച്ചത്. ഉപദേശം നീ അങ്ങനെ ഒന്ന് തൊലിക്കുകയും പിന്നെ ഇപ്പുറത്ത് വേറൊന്ന് മാറ്റി പറയുകയും ചെയ്തു. അതിന് പറയുന്ന പേരാണ് 2 തന്തയ്ക്ക് പറക്കുക എന്ന് പറയുന്നത്. ബയോളജിക്കലി പോസിബിൾ അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ അതാണ്. നിനക്ക് എത്ര തന്തയുണ്ടോ? അന്തസ്സുണ്ടോന്നല്ല കേൾക്കേണ്ടത്, നിനക്ക് തന്തയുണ്ടോന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, നീ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും തൊലിക്കുന്നു. എനിക്കറിയാം, ഈ പറഞ്ഞ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എനിക്കറിയാം ഈ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വത കുറവുണ്ട്, ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള നല്ല ചോരത്തിളപ്പുണ്ട്, ഒക്കെ ശരിയാണ്. അത് തന്നെ, എനിക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല. ഇത് പറയാൻ തൊലിക്കാനുണ്ടെങ്കിൽ നീ അങ്ങ് തൊലിക്ക്. ഈ ബാക്ക് ടു ബാക്ക് നിന്നിട്ടല്ല, ഫേസ് ടു ഫേസ്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടം. ഓക്കെ, അല്ലാതെ ഈ കൂട്ടായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ തുറന്ന് ഇത്ര കൂട്ടമായിട്ട് വരികയാണെങ്കിൽ അത് മുൻകൂറായിട്ട് പറയണം. കാര്യം ഒറ്റയ്ക്ക് ഞാൻ ഇത്ര ആൾക്കാരെ ഇടിച്ചിടാനെ കൊണ്ട് ഞാൻ മറ്റേ സൂപ്പർ സ്റ്റാർ രജനീകാന്തോ അല്ലെങ്കിൽ സൂപ്പർമാൻ്റെ ജെട്ടിയൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഗണ്ണ് കയ്യിൽ ഗണ്ണ് ഇറുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ എടാ ഗണ്ണ് ഇറക്കാനുള്ള സോഴ്സ് എനിക്കില്ല. ഇതാണ് പറഞ്ഞത്. എന്തെങ്കിലും ഫേസ് ടു ഫേസ് നമുക്ക് നോക്കാം. നിങ്ങൾ എന്നെ കൊല്ലും വലിക്കും എന്തും ചെയ്യായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞു ഒന്നും മാറ്റില്ല. ഞാൻ കണ്ടത് എവിടെയും ഞാൻ പറയും. ഉറപ്പിച്ച് ഞാൻ പറയുന്നത് PR വർക്കല്ല, എന്തും ചെയ്തോ ഞാൻ മാറില്ല. ഇതിന് ഒരിക്കലും മാറില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിനൊരു നീതി കിട്ടിയിട്ട് ഒരു തീരുമാനം എന്തായാലും ഇത്രയ്ക്കായാലോ. ഇനി നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സ് ആരൊക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചതികൾ, ലിങ്കുകൾ, കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാകാം. ഞാൻ ഈ പരിപാടി ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് എനിക്ക് ഇന്നാണ് ഈ സംഭവം മനസ്സിലായത് ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം, പിന്നെ നിങ്ങളോട് ഇത് അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എനിക്കിങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടാനുള്ള എന്തായാലും 4ആയിട്ട് കിട്ടിയല്ലോ. കാര്യം അല്ല 4ആയിട്ടല്ല 3ആയിട്ട് കിട്ടിയല്ലോ. സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ കിട്ടിയല്ലോ. അതിൻ്റേതായിട്ടുള്ള നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം ക്രിട്ടിക് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സെയിം രീതിയിൽ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സാധനമാണ് പറയുന്നത്. ഓക്കെ, പിതാവും മാതാവും ഒന്നേ ഉള്ളൂ എന്നൊരു സ്ഥിരത എനിക്ക് താങ്കൾ ഫേസ് ടു ഫേസ് വരൂ. ഞങ്ങൾക്കൊക്കെ അതേ ഉള്ളൂ, താങ്കൾക്ക് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. അങ്ങനല്ല, പച്ചയ്ക്ക് പറയണം എൻ്റെ പൊന്നിൽ ലിജേഷ് ചേട്ടാ. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ് ഒറ്റയ്ക്ക് പറയണം. അങ്ങനെ വേണം പറയാനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മാതാപിതാക്കൾ അതിൻ്റെ ആവശ്യമില്ല. അതവൻ അർഹിക്കുന്നില്ല. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒറ്റയ്ക്ക് വട തന്തയ്ക്ക് മുന്നേ ഉണ്ടായവനെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ ഉള്ളവനെ, അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എടാ ഇത് ഞാൻ മുമ്പ് ഒന്നും പറയാത്ത ആ ഒരു വീഡിയോസ് നിനക്ക് ഇത്രയും പൊളിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സാധനം നിനക്ക് എങ്ങനെയായിരിക്കും പൊളിയാൻ പോകുന്നത്, എന്തായിരിക്കും നീ ചെയ്യാൻ പോകുന്നത് എനിക്കറിയണം. നീ എന്താ ഇത് കണ്ടിട്ട് നീ എന്താണ് എനിക്കിട്ട് ചെയ്യാൻ പോകുന്നത് എനിക്കറിയണം. നിനക്ക് കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. മറ്റേ വലിയ മഹാന്മാർ പറഞ്ഞ പോലെ ആ സാധനം തന്നെ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. എടാ വായ അടപ്പിക്കുക. എടാ വാ തുറന്നാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. നീ ഇവിടെ അടച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ ഇടും. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ചാനലിൽ വീഡിയോ ഇടും. ഓക്കെ, എടാ അങ്ങനല്ല. നിനക്ക് ഇപ്പം ഞാൻ വാ തുറക്കുന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും ഞാൻ പറയുന്നത് നെറികേടാണെന്നും ഉണ്ടെങ്കിൽ നിനക്കത് ആ രീതിയിൽ ചെയ്യാൻ നിനക്ക് പറ്റണം. നീ വീഡിയോക്കകത്ത് വന്ന് അന്തസ്സായിട്ട് പറയണം. അല്ലാതെ അങ്ങനെയൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ പറഞ്ഞിട്ട് അപ്പട്ടി പോയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണ്ടേ. ഇത്രയും വൃത്തികേടുകളോടെ ചെയ്ത് ഏതൊരു പുനത്തിൽ പോയി ഒളിച്ചിരുന്ന് ഏതോ ഒരു പെണ്ണിന്റെ ബാക്കിൽ നിന്ന് കുക്കറിയുടെ കോലും വയലും ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും എന്താടോ നന്നാവാത്തേ എന്നാണ് ചോദിക്കാനുള്ളത്. ദിസ് ഈസ് റോങ്, വെരി വെരി റോങ്. ഓക്കെ, ഈ പറഞ്ഞ ഇത് ചാനൽ റിപ്പോർട്ട് അടിക്കണം. ഞാൻ ഇതിനോടകം തന്നെ ഏകദേശം ഒരു 53 റിപ്പോർട്ടെങ്കിലും ആ ചാനലിൽ കിട്ടിയിട്ടുണ്ടാകും. എന്നാൽ കഴിയാവുന്ന ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഫേക്ക് അക്കൗണ്ടിന്റെ ലിങ്ക് ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. എല്ലാവരും കയറി അടിക്കാം. ഇത് ഇരിക്കുന്നല്ല, നിങ്ങൾക്കും ഇത്തരത്തില് അവര് ഈ പറഞ്ഞ ആളുടെ വ്യക്തിയാണ് നിങ്ങളുടെ ചാനലിൽ തന്നെ അവർ ഒരു ഫേക്ക് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും വെക്കണം. നമ്മൾ സഹകരിക്കും. എല്ലാവരും കയറി റിപ്പോർട്ട് അടിക്കണം. 8ന്റെ പണി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. കാരണം പണവും സ്വാധീനം ഒന്നല്ല ഇവിടെ നിയന്ത്രിക്കുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് നീതി വേണം. അവന്റെ കയ്യിൽ തോക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത്രയും സീരിയസ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊന്നും സംസാരിക്കുമ്പോൾ ആൾക്കാരെ ഇതെന്തോന്ന് പിള്ളേർ കളി പോലെ എടുത്തേക്കാണ് ഇത് ഇവിടുത്തെ നിയമപാലകര്. ഞാൻ എല്ലാവരും അല്ല കേട്ടോ പറഞ്ഞു. ഞാൻ മുമ്പത്തെ വീഡിയോസിന് പറഞ്ഞിട്ടുള്ള എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്. ആത്മാർത്ഥതയോടെ ഈ പൈസയുടെ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ നട്ടല് വളയ്ക്കാത്ത ഒരുപാട് കിഡിലൻ ഓഫീസേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം നാണക്കലുണ്ടാക്കുന്ന കുറെ ഈ പാൻറ്റിയുടെ എച്ചിൽ തിരിഞ്ഞ് നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. എന്ത് നാടത്? ഒരു കാര്യത്തിനൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇപ്പോൾ ACP അവിടേക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള കംപ്ലൈൻറ്റ് എനിക്കത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ചില സ്റ്റേഷനുകൾക്ക് മാത്രമാണ് കുഴപ്പം. അതെ, ആ ചില സ്റ്റേഷനിലെ ആൾക്കാരാണ് ഇവന്റെ എച്ചിൽ നക്കിയിട്ട് ഇവന്റെ പിമ്പായിട്ട് വർക്ക് ചെയ്യുന്നത്. അവന്മാരും ഈ പറയുന്ന പോലെ ബാലയുടെ വിട്ട് തന്തയില്ലാത്തവന്മാരാണ്, അല്ലെ ഒന്നിലധികം തന്തമാരുള്ളവന്മാരാണ്. സ്വന്തം മകളെ പോലും ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി കൊടുക്കുന്നവന്മാരാണ്. അല്ലാതെ അങ്ങനെയുള്ളവന്മാർ എന്താണ് പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവർ പോയപ്പോൾ ഇവർക്ക് മാന്യമായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ആ ഒരു സ്റ്റേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ. അപ്പം അതൊക്കെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അല്ലേ. നിങ്ങൾ തന്നെ ആലോചിക്കും, നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫോഴ്സാണ്. ഓക്കെ, അങ്ങനെയുള്ളവരിൽ കണ്ടവൻ്റെ പൈസ കണ്ടിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഇൻഫ്ലുവൻസ് കണ്ടിട്ട് അവന് വേണ്ടിയിട്ട് വിടുതല ചെയ്യുന്ന കുറേ എണ്ണങ്ങൾ
അങ്ങനെ കുറച്ച് ചില സ്റ്റേഷനിലെ ആൾക്കാർ, എല്ലാവരും അല്ല കേട്ടോ, ചില സ്റ്റേഷനിലെ ആൾക്കാർ. അപ്പോഴും ഒരുപാട് നല്ല ആൾക്കാർ ഇപ്പുറത്തുണ്ട്. അവർക്കൂടെ നാണക്കേട് ഉണ്ടാക്കാനുള്ള കുറെ നട്ടലില്ലാത്ത കുറെ എണ്ണങ്ങൾ. കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വരുന്നുണ്ടാകും. ഞാൻ സേഫാണ്, എലിസബത്തും സേഫാണ്. അപ്പോൾ നിങ്ങളും സേഫ് ആയിട്ടിരിക്കുക. പലതരത്തിൽ ഇദ്ദേഹം നമ്മൾ ഇല്ലാതാക്കാനും വായ മൂടിക്കെട്ടാനും പല രീതിയിൽ ശ്രമിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ. അതെ, എൻ്റെ വായ മൂടിക്കെട്ടാനാണ് ശ്രമിച്ചത്, ഇല്ലാണ്ടാക്കാൻ ഇതുവരെ ശ്രമിച്ചില്ല. ഞാൻ അപ്പോഴും പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാണ്ട് ഫേസ് ടു ഫേസ്. നീ അപ്പുറത്തുനിന്ന് ഓക്കെ 2 തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ ഈ പറയുന്ന പോലെ പോകുമ്പോഴത്തേക്കിന് പിന്നാമ്പുറത്തുനിന്ന് എന്തെങ്കിലും കുത്തുന്ന പരിപാടിയായിരിക്കും കാണിക്കുന്നത്. അങ്ങനെയുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിലുള്ള ലഹരി വസ്തുക്കളോ അങ്ങനെ ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. അത്തരത്തിലുള്ള എന്ത് പരിപാടി വെച്ചിട്ട് നമ്മൾ പിടിപ്പിക്കാനുള്ള പരിപാടി നോക്കും. എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ, നർക്കോട്ടിക് ഈസ് ഡർട്ടി ബിസിനസ് എന്ന് നമ്മൾ ലാലട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇടയ്ക്കൊന്ന് ആലോചിക്കേണ്ടടാ പാണ്ടി കരിമ്പാറേ. പിന്നെ ഇദ്ദേഹം ആണെങ്കിൽ ആ ഒരു ചാനലിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചാനലെടുത്ത് നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്കൊന്നും അത്ര റിപ്പോർട്ടൊക്കെ പോയതിന് ശേഷം പോയതാണെന്ന് തോന്നുന്നു. പിന്നെ മറ്റൊരു ചാനലിൽ നിന്ന് ഇത് മുമ്പ് ഈ ഒരു റിപ്പോർട്ട് അടിച്ച് പോകുന്നതിന് മുന്നേ ഉള്ള സംഭവം നോക്കിയപ്പോഴത്തേക്കിന് സോറി ഇത് സ്കാം അല്ല എന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ പേര് മാറിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, Dear sir, I sincerely apologize for reposting the video. I did not intend to cause any harm or trouble. I am only 15 years old and I did this without fully understanding the consequences. As soon as I realized the issue, I deleted everything and will not do anything like this again. I kindly request your understanding and assure you that I have learned my lesson. Please consider this as a mistake from someone who did not know better. I deeply regret any problems caused. Thank you for your time. എനിക്ക് തോന്നുന്നു ഏതൊരു പയ്യനാണെങ്കിൽ ഈ സാധനമൊക്കെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി അങ്ങനെ പൈസ ഉണ്ടാക്കാൻ ചെയ്തേക്കുന്ന എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ആയിരിക്കാം. മേ ബി ആ ഒരു സാധനം ഒരു സിറ്റുവേഷൻ കൂടെ മോനെ മനസ്സിലാക്കണോടാ, കുറച്ച് വിഷയമാടാ അന്താ പാണ്ടി കരിമ്പർ ഈ വിഷയം താനടേ. എന്തായാലും എലിസബത്ത് എവിടെ എന്നുള്ള ചോദ്യങ്ങൾക്കാണെങ്കിൽ ഒരു വിരാമമായിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് എലിസബത്ത് ഇട്ട ആ ഒരു വീഡിയോയ്ക്കകത്താണെങ്കിൽ എലിസബത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ ഇട്ടിരിക്കുന്ന കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കുന്നത്, എലിസബത്ത് പ്ലീസ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണം പ്ലീസ്, വീഡിയോ ഇടാതെ ഇരിക്കുമ്പോൾ ഒരു പേടി വിഷമമൊക്കെ പ്ലീസ്, ഐ ആം സേഫ് സ്റ്റിൽ നൗ എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് തന്നെയാണെങ്കിൽ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറേ നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ അമൃത സുരേഷുമായിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു ഇഷ്യൂവിനകത്ത് അന്ന് അമൃത സുരേഷിൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, എലിസബത്തിന് ഭ്രാന്തല്ലേ, എലിസബത്ത് ഭ്രാന്തിയല്ലേ, ഭ്രാന്തി പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിലക്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അന്ന് ആ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ഇങ്ങോട്ട് വെക്കാം. നീ എൻ്റെ വായ അടപ്പിക്കല്ലടാ, നിന്റെ ഓരോ സാധനങ്ങളും ഞാൻ പൊക്കിയെടുത്തോണ്ട് വരടാ. ബാക്കി നമുക്ക് കേൾക്കാം. അതിന്റെ എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കൈവച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല. കാരണം അയാൾ പേടിയാണ്. കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചിരിക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല. കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവൊന്നും അല്ല അയാൾ. അയാൾ ഒരു ഒന്നാമത്തെ നടനാണ് മീഡിയയുടെ മുന്നിൽ. അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അത് നമുക്കറിയാലോ. പപ്പു പപ്പു എനിക്ക് ഇവിടെ ഒന്നും സൊല്ലാതെ പപ്പു പപ്പു ആദ്യം ചെയ്തത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക, വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോൺടാക്റ്റും കട്ട് ചെയ്യുക. അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരുടെ കുറെ കൂട്ടുകാരുണ്ട് എല്ലാവരും കള്ളുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വളർന്നു കൊടുത്തു. ഇവർ എച്ചിൽ പാത്രം എഴുതലായിരുന്നു എന്റെ ഇതിന്റെ മെയിൻ തൊഴിൽ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ? എടാ, ഒരാളെ കല്യാണം കഴിച്ച് കൂടെ പൊറിപ്പിക്കുന്നുണ്ടെങ്കിൽ അവളെ നോക്കാൻ പറ്റണം. ഓക്കെ, ഒരു മകളെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കാൻ നിൽക്കരുത്. അതേപോലെ നല്ലപോലെ പോറ്റാൻ പറ്റത്തില്ലെങ്കിൽ പെണ്ണ് കെട്ടാനും നിൽക്കരുത്. എടാ, ഞാൻ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അതായത് ഇപ്പം പൈസ കൊടുത്തൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ നിങ്ങളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പോവുകയാണെങ്കിൽ പോലും അവരുടെ ശരീരത്തിന് ഒരു റെസ്പെക്ട് ചെയ്യാനെ കൊണ്ട് ഒരാൾക്ക് പറ്റണം. ഓക്കെ, അവരൊരു നോ പറഞ്ഞാൽ കൂടി ആ നോയെ റെസ്പെക്ട് ചെയ്യാനും അത് അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റണം. അത് പറ്റാത്തവനെയൊക്കെ ഒരു മനുഷ്യനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. വെറും മൃഗത്തിനേക്കാൾ വികൃതമായിട്ടുള്ള മറ്റെന്തോ അതാണ് നീ. അതുപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളെ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആള്. ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസ് ആണ്. ഇയാള് ഇതിനകത്ത് അൺനാച്ചുറൽ എന്ന രീതിയിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഈ എടാ ഉളുപ്പുണ്ടോടാ നായ നിനക്ക്, ഉളുപ്പ്. കഴിഞ്ഞ ദിവസം ആ ലിജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ആ ഒരു വീഡിയോ ടൈമിൽ പറഞ്ഞാണ് നിനക്ക് 6ഉം 60 ഒരുപോലാണെന്ന്. അതായത് കൊച്ചു കുളന്തകൾ മുതൽ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾ വരെ നിനക്ക് ഇതുപോലെ അല്ലെങ്കിൽ നിന്റെ റേപ്പിന് വിക്റ്റിമായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അവരുടെ അടുത്ത് നീ ഈ രീതിയിൽ അൺനാച്ചുറലി എൻ്റെ പൊന്നു ആലയം തന്നെ നീ എന്ത് ഭീകരനാടാ, കൊടും ഭീകരാണ് നീ, കൊടും ഭീകരൻ. എന്നിട്ട് നീ അയ്യോ ഞാൻ പാവണ്ണേ തോലി. നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത്? പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഫാമിലി ഒരു പെണ്ണ്. പുള്ളിക്കാരി അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കുന്നത് മിണ്ടാപ്രാണി പെണ്ണ്. നിങ്ങൾ എലിസബത്തിനെ എടുത്ത് നോക്കിക്കേ, പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ? അതെ, പുള്ളിക്കാരി ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത്. അതായത് പുറത്തു വന്ന് സംസാരിക്കുക, അയാൾക്ക് ഭീഷണിപ്പെടുത്തുന്നില്ല, അങ്ങനെ ആയിട്ട് നിർത്തണം. അയാൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ
കല്യാണം കഴിക്കുന്നത്. ഇത് ഈ രണ്ടുപേരും മാത്രമല്ല കേട്ടോ. ഇയാൾക്ക് ഇതിന് മുമ്പ് ആദ്യം ഇയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദന എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതയോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദനയുടെ നെഗറ്റീവ് വന്നിട്ട് ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി പൈസ വെച്ചിട്ട് അതാണ് ഇതാണെന്നൊക്കെ ചന്ദനെ പറ്റി പറഞ്ഞ് എനിക്ക് ആരുമില്ല ഞാൻ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങി. അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട്. അതിനുശേഷം സൗണ്ട് എഫക്ട് ഒക്കെ വെച്ചിട്ട് പക്കാ സിനിമാറ്റിക്. എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് പറയുന്നത് എനിക്ക് ഒരു ഉറപ്പില്ല. പക്ഷേ ഇതാണ് സത്യം. ഇത് വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ട്. ഇപ്പോഴും നമ്മുടെ പാണ്ഡ്യനെ തലയെ വെച്ചുകൊണ്ടിരിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. എന്തിനേറെ പറയുന്നത്, ബാക്കിയുള്ളവരെ നോക്കട്ടെ. ഈ പറഞ്ഞ നിയമപാലകരിലുള്ള ചില ആൾക്കാർ തന്നെ, അയ്യോ അവൻ പാണ്ഡ്യ എന്ന് പറഞ്ഞ ഉയിര് തൈര്. പിന്നെ ഇപ്പോൾ ഉള്ള ഒരാളെ കൂടി മീഡിയാസിന്റെ മുന്നിലൊക്കെ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എണ്ണാവെ പറ്റി ഏതാവത് സൊണ്ണ ഉടമ്പെറുക്കും ആണോ ഉയിർ ഇരിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ. ഈ പറയുന്ന പോലെ പുറകിൽ നിന്ന് ഒക്കെ ഈ പാവയെ ചലിപ്പിക്കുന്ന പോലെ ഇങ്ങനെ ഈ കൊടുത്ത് ചലിപ്പിക്കുകയാണോ അതോ സ്വയമേ തോന്നിട്ട് ഇങ്ങനെ പറയുന്നതാണോ നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഇനി കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ജസ്റ്റിസ് ഫോർ ദാറ്റ് ലേഡി എന്ന് കൂടി നമുക്ക് പറയാം. പേര് പറയുന്നില്ല, കാര്യം സ്ത്രീത്വത്തെ അപമാനിക്കലായി പോകില്ലേ. പക്ക പേർവേർട്ടാണ്. അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾ എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചന്ദന, അമൃത സുരേഷ്, എലിസബത്ത്, പിന്നെ കോകില, പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. പുള്ളിക്ക് ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും. അതിനകത്ത് പുള്ളിക്ക് വള്ളിയാവും തോന്നാണ് പുള്ളി നൈസിന് കട്ട് ചെയ്യും. അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറഞ്ഞ എലിസബത്തിനായിരുന്നു. ആ പുള്ളിക്കാരി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വഴിയൊക്കെ വീട്ടിൽ കയറി വന്നു. അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ നിന്ന മതി പറഞ്ഞിട്ട് അവൻ വെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെ. അത് മാത്രമല്ല, ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ, അതായത് സുഹൃത്തുക്കളുടെ മുമ്പിൽ മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു. മനസ്സിലായോ? അതിന്റെ വിഷമത്തിൽ പുള്ളിക്കാരി ഏകദേശം ഒരു 1, 2, 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിൽ ഇട്ടിട്ട് അന്ന് എലിസബത്തും പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഈ സെയിം കാര്യം തന്നെയല്ലേ പറഞ്ഞത്. അതായത് ബാക്കിയുള്ളവരുടെ സർവൻസിന്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് പോലും ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അത് എലിസബത്ത് ചില കാര്യങ്ങളെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതൊരു ഈ പറഞ്ഞ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഇട്ടിട്ട് പോയിരിക്കുന്ന ഒരു ഡാഷ് ഇട്ടേക്കുന്ന ഒരു സാധനമായിരുന്നു. അത് ഫില്ല് ചെയ്തത് നമ്മുടെ പാണ്ഡ്യയായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തു, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ് എടുത്തു പറഞ്ഞിട്ട് ഇവൻ എടുത്ത് പറഞ്ഞു. അപ്പോൾ അതായത് ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇവന് തന്നെ അറിയാം. അയ്യോ ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല നല്ല പുള്ളേങ്ക കള്ള. അത് ഞാൻ വീണ്ടും പറയാം. നിങ്ങൾക്കറിയാം, ഇയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇയാൾ ഭയങ്കര മോശമായ രീതിയിലാണ് ഇയാൾ ബിഹേവ് ചെയ്തത്. എത്ര എക്സാമ്പിൾസ് ഉണ്ട്. ആറാട്ടന്റെ മുമ്പിൽ അയാൾ മീഡിയ മുമ്പിൽ വെച്ച് അയാൾ ഭയങ്കര ബാഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ? എത്ര പ്രാവശ്യം അയാൾ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഇയാൾ ഭയങ്കര ഷോ കാണിച്ചല്ലോ. ചെകുത്താന്ന് പറയുന്ന യൂട്യൂബറിന്റെ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ചു. എന്നിട്ട് തോക്കില്ല പോലും. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കയ്യിൽ തെളിവുണ്ട്. അയാൾ, അതായത് തോക്കുള്ള തെളിവല്ല ഞാൻ പറഞ്ഞത്, അയാൾ പലരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിലെ തോക്കിൽ ഒരുണ്ട് അമൃതേച്ചിക്ക് കയറാൻ. എന്റെ ചേച്ചിക്ക് വധഭീഷണിയുണ്ട്. ഇയാൾ ഇതിന് മുമ്പ് വെട്ടാനും ചെന്നിട്ടുണ്ട്. നാളെ അവർ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നാളെ നിനക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിനക്ക് എത്ര പൊളി എന്നുള്ളത് എനിക്ക് അറിയാടാ പാണ്ഡ്യ. കാര്യം ഞാൻ ഇവിടെ എത്ര തവണ നിന്റെ തന്തയ്ക്ക് വിളിച്ചെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാര്യം നീ അത് കേൾക്കാൻ എന്തുകൊണ്ടും അർഹനാണ്. നിനക്ക് പൊളിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് വേറെ ബാക്കി എന്തായാലും ഈ പറയുന്ന പോലെ നമ്മുടെ ചാനലൊക്കെ ഡൗൺ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. ഞാൻ ഫേസ് ചെയ്യാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ സാധനം ഇപ്പം ഞാൻ ഫേസ് ചെയ്തു. കാര്യം ഇതിനകത്തോടെ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രോത്തിലൂടെ വന്നേക്കുന്നത് നീ എവിടേക്കോ അതിന് കല്ലേറുകൾ എന്നെ ഒന്ന് എറിഞ്ഞൊന്ന് വീഴ്ത്താൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അവിടെ നിന്ന് എണീറ്റ് വരും. ഒരു ഇത്തിരി സമയം എടുക്കുന്നേ ഉള്ളൂ. ഇച്ചിരി സമയം എടുക്കും. ഞാനൊന്ന് കയറി പിന്നെ കയറി വരാം. പക്ഷേ അത് വരേക്കും ഉന്നെപ്പറ്റി കിട്ടുന്ന എല്ലായിടത്തും ഞാൻ റിയാക്ട് ചെയ്യും. എല്ലാം പറയും. പറയാനുള്ളത് വെട്ടി തുറന്നപ്പോൾ അച്ചയ്ക്ക് ഞാൻ പറയും. ഞാൻ മര്യാദയ്ക്ക് വലിയ തരക്കേടുകളില്ലാതെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ട് സർക്കാസം സാധനങ്ങളൊക്കെ അടിച്ച് വലിയ തരക്കേടില്ലാത്ത പോയൊരു സാധനമായിരുന്നു. പക്ഷേ നീ എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചേ. ഇത് നോക്കിയോ, ഞാൻ ഇവിടെ മാത്രമല്ല, നീ ഇവിടുന്ന് ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടിടും. ഓക്കെ, നിനക്ക് ഇനി അഥവാ എന്തെങ്കിലും എൻ്റെ അടുത്ത് നേരിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നീ എൻ്റെ സ്ഥലമൊന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ തരാം. നീ എന്നിട്ട് വിളിച്ചിട്ട് ഞാൻ പറയാം നീ എവിടെ എത്തണമെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അവിടെ വന്നിട്ട് ഓക്കെ നീ എങ്ങനെയാണെന്ന് പറയണം. ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കൂട്ടമായിട്ടാണോ മറ്റേ ഗ്യാങ് വേർ പോലത്തെ ആണോ എന്താണെന്നുള്ളത് നീ നേരത്തെ മുൻകൂറായിട്ട് അന്നേരം പറഞ്ഞാൽ മതി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് പറയുന്നതെന്നുള്ളത് നീ കൂട്ടിക്കോ കേട്ടോ. അതേപോലെ ഇയാളൊരു റേപ്പിസ്റ്റ്, ജനറലി സ്പീക്കിംഗ് ഇയാളൊരു റേപ്പിസ്റ്റ് ആണ്. സ്ത്രീകളുടെ സമ്മതമില്ലാത്ത രീതിയിൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നവരൊക്കെ റേപ്പിസ്റ്റ് ആണ്. നിങ്ങൾ റേപ്പിസ്റ്റ് ആണ്, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ അതിന്റെ തെളിവ് മറ്റേ പേപ്പറിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഭാര്യ അവരോട് രണ്ടുപേരും തമ്മിൽ സംസാരിക്കും ഞാൻ കേട്ടെ. എന്റെ തെളിവുണ്ട്. എന്റെ ആ തെളിവ് വെച്ച് തന്നെ ഞാൻ സംസാരിക്കുന്നത്. അയ്യോ അന്ന് അങ്ങനല്ലല്ലോ നമ്മുടെ പാണ്ഡ്യണ്ണൻ പറഞ്ഞത്. റേപ്പ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ കുറെ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ ചാരിറ്റിയുടെ എന്ത് വിടുന്ന? അതായത് വിദേശത്ത് കുറച്ച് അമേരിക്കയിലൊക്കെ കുറച്ച് ചേച്ചിമാരുണ്ട്. അവരുടെ മറ്റേ ചാരിറ്റിയുടെ പേരിൽ കുറച്ച് പൈസ മേടിക്കും. അവർക്ക് കല്യാണം കഴിക്കാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കും. അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഒരു 10,000 രൂപ ഇവർക്ക് കൊടുത്തിട്ട് പറ്റിക്കും. മനസ്സിലായോ? ഇവൻ അങ്ങനെ കുറെ അമേരിക്കൻ അച്ചായത്തിമാരുണ്ട്. നീ എത്ര പേരാടാ കെട്ടാന്ന് പറഞ്ഞേക്കുന്നത്? നീ ആരുടെ? നീ മറ്റേ പണ്ടത്തെ സിനിമയ്ക്കകത്തൊക്കെ ശോഭേ ഞാനൊരു വികാര ജീവിയാണ് എന്നൊക്കെ പറയുന്നല്ലേ. ഞാനൊരു വികാര ജീവിയാണ് നിക്കറ്റോ എന്ന് പറയുന്ന പോലെ എത്ര പേരാണ് നീ കെട്ടാന്ന് പറഞ്ഞത്? അത് മാത്രമല്ല നിന്റെ ആ ഒരു ചാരിറ്റിയുടെ സാധനം. അയ്യോ ഞാൻ അവർക്ക് അത്ര ഡൊണേഷൻ കൊടുത്തു, ഇപ്പോഴത്തെ ഡൊണേഷൻ കൊടുത്തു തൊലിച്ച് നീ. എന്നിട്ട് നീ മറ്റേ നിന്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് എന്തൊക്കെ തന്തയില്ലായ്മത്തരാണ് നീ കാണിച്ചു കൂട്ടുന്നത്? ഓഡിഷൻ്റെ പേരും പറഞ്ഞിട്ട് ഈ 6 60 എന്നുള്ള സാധനം ഉണ്ടല്ലോ. എത്ര സ്ത്രീകൾ അല്ലെങ്കിൽ എത്ര പെൺകുട്ടികളെ നീ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്?
എത്ര പെൺകുട്ടികളാണ് നീ തന്നെ ഇപ്പം ഇത് അറിയുന്ന അപ്പം ഇതുമായിട്ട് ഇയാൾ കാരണം ഇയാളുടെ ഒരു വിക്റ്റിമായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ടാവും. അവരിപ്പോഴും ആ ഒരു ഡിപ്രഷൻ മെൻ്റൽ സ്ട്രെസ്സിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഈ പാണ്ടി ഇവിടുന്ന് തുരത്തി ഓടിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ വാഴേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമ്മുടെ നിയമത്തിൽ വിശ്വസിക്കുമോ? ഈ പറയുന്ന ഇവനെ പിമ്പായിട്ട് ഇവൻ്റെ എച്ചിൽ തിന്നുന്ന ആൾക്കാർ മാത്രമല്ല നമ്മുടെ ഈ ഒരു നാട്ടിലുള്ളത്, ഒരുപാട് നല്ല ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുക. നമ്മുടെ നിയമത്തിൽ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ നിയമത്തിന് മുകളിലല്ല ഇവിടെ ഒരുത്തനും. ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നിയമത്തിൽ നമുക്ക് വിശ്വസിക്കാം, അതിന് മുകളിലല്ല ഇവിടെ ഒരുത്തനും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കുറേ ഇടനിലക്കാരാണ് ഈ പണി കാര്യങ്ങളൊക്കെ തരുന്നത്. പിന്നെ ഇവനെപ്പറ്റിയുള്ള ആ ഒരു ഗസ്റ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടും ബാക്കി കുറേ ഡീറ്റെയിൽസ് എന്നെക്കാട്ടി കുറേ കാര്യങ്ങൾ അറിയുന്ന ബാക്കി ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊന്നും ഇവിടെ എവിടെയും വന്ന് മിണ്ടുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, പിന്നെ ഇടയ്ക്ക് ഒരു വീഡിയോക്കകത്ത് മൂപ്പൻ സ്ലോഗി ശരത്തേടൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും കാലിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയുണ്ടെന്ന്. അതായത് രണ്ടുപേരെയും തന്തയെന്ന് വിളിക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം അങ്ങനെ ഒരാൾ രണ്ടുപേരെയും തന്തയെന്ന് വിളിക്കാതിരിക്കുക, ഒരാളെ തന്തയെന്ന് വിളിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നുള്ള ആ ഒരു പരിപാടി ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഒന്നെങ്കിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത് ഒരാളെ തന്തയെന്ന് വിളിക്കുക. പിന്നെ എന്തായാലും കുറച്ചാൾ ഈ ഒരു വ്യൂ ഡ്രോപ്പ് ആയിട്ടൊക്കെ നമ്മൾ നടക്കേണ്ടതായിട്ടിരിക്കും. എന്തായാലും ഞാൻ പൊങ്ങി വരുവാടാ പാണ്ടി, എന്തായാലും പൊങ്ങി വരും. അപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ ആളില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കൂ, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, ഒരിക്കലും വിചാരിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാളെങ്കിലും ഒരാൾ, അത് മതി. ആ ഒരാൾ കേട്ടാൽ മതിയടാ എനിക്ക്. നിന്നെ പരിപാടി ഞാൻ ഇനിയും ഞാൻ പറയും, നിന്നെ കിട്ടുന്ന ഓരോ സാധനങ്ങളും ഞാൻ പറയും. നീ ജയിലിൽ പോയി ശിക്ഷ അനുഭവിക്കേണ്ടത് അത്രയും ക്രൂരനായിട്ടുള്ള തന്തയില്ലാത്തൊരു ഉന്നാരപോനാണ് നീ. നീ ഗണ്ണിട്ട് തൊലിക്കുന്നത്, നീ സ്വന്തം മകളുടെ നീ ആലോചിക്കും, നോക്കാൻ അറിയത്തില്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. ആ മകളെ പറ്റി ഇപ്പോൾ ഈ ഒരു ലേഡി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു ഫുൾ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. സ്വന്തം മകളെ പോലും പറഞ്ഞ, അപ്പം ലിജേഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ തന്നെ വന്ന് പറഞ്ഞു സ്വന്തം മകളുടെ ഒരു ഫോട്ടോ പോലും വീട്ടിലില്ല. എന്നിട്ട് പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നങ്ങ് കരഞ്ഞങ്ങ് തൊലിക്കുന്നുണ്ടല്ലോ നീ വീഡിയോക്കകത്തൊക്കെ. ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു, ഇത്ര നിർത്തുകയാണ്. എന്തായാലും അടുത്ത് നിൻ്റെ വിഷയം വരട്ടെ. ഞാൻ പറയും, ഇനിയും ഞാൻ പറയാം. നീ എൻ്റെ വായടപ്പിക്കാൻ ശ്രമിച്ചല്ലേ? ഇവിടെ പറയാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറയാം. എനിക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഡീലിങ്സ് ചെയ്യാം. ഞാൻ പരസ്യമായിട്ട് തന്നെ ഞാൻ പറയണം, പരസ്യമായിട്ട് പറയണം. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.